ഒരുപാട് നാളായി നമ്മൾ സ്വന്തം രാജ്യമെത്തിയിട്ട് അല്ലേ? അതെ, നമുക്ക് അവിടെ എത്താൻ സാധിക്കുമോ? ഒരു പ്രോബ്ലവും ഇല്ല. നമുക്ക് ആ യുദ്ധത്തിന് ശേഷം റെഡ് ഹോൾസും ബ്ലൂ ലാൻഡും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം യാത്ര ചെയ്യാം. പക്ഷെ ബ്ലാക്ക് മെയിലേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, ബ്ലാക്ക് മെയിലേഴ്സും റെഡ് ഹോൾസും തമ്മിൽ അത്ര രസകരമായ സൗഹൃദമാണുള്ളത്. അതുകൊണ്ട് അവർക്ക് ഇവിടെ വരാൻ പറ്റില്ല. ഞാനിന്ന് എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല. അതുപോലെ നീയും ജെയ്സറും ഇപ്പോൾ റെഡ് ഹോൾസിന്റെ ആൾക്കാരാണ്. അതോർത്ത് നീ വിഷമിക്കണ്ട. അത് നന്നായി. താങ്ക്സ് റയാൻ. നിങ്ങൾ മൂന്നുപേരും റെഡ് ഹോൾസിൽ നിന്ന് വന്നവരാണോ? ഇവിടെ നിങ്ങൾ എന്തിനാണ് വന്നത്? അത് ശരിയാണ്, ഞങ്ങൾ വിസിറ്റിംഗ് വന്നാണ്. ഞങ്ങളുടെ സുഹൃത്ത് ഇസബലിനെ കാണാനാ. ഡോക്ടർ ഫ്രാങ്ക്ലിന്റെ മകളോ? അവള് തന്നെ. എനിക്ക് മനസ്സിലായി, അവൾ ആ കോട്ടയ്ക്കുള്ളിലാണ്. ഓ, അവൾ കോട്ടയ്ക്കുള്ളിലാണോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് കോട്ടയിലേക്ക് പോകാൻ പറ്റുമോ സാർ? അങ്ങോട്ട് പോകുന്നതിന് ചെറിയ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല സാർ. അപ്പൊ നമുക്ക് പോവാം. ഒരു നിമിഷം നിൽക്കൂ. അതിനുള്ളിൽ എത്താൻ അവർക്ക് ഒരു പാസ് വേണ്ടി വരും. ഇത് അത്ഭുതകരമാണല്ലോ. ഇവിടെ ധാരാളം സീ ഫുഡ്സ് ആണ്. ഈ ബ്ലൂ ലാൻഡിന്റെ ജീവിതമാർഗം സീ ഫുഡ് ട്രേഡിംഗ് ആണ്. കടലിന്റെ നടുവിൽ കൊട്ടാരവും. എനിക്ക് വിശക്കുന്നു. നല്ല മണമല്ലോ. സ്വാഗതം. താല്പര്യമുണ്ടോ ഗ്രിൽഡ് ഫിഷിംഗ്? നമുക്ക് ആ കോട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും. അതെ, പക്ഷെ ഇസബലിനെ കാണുകയല്ല